കമ്മ്യൂണിസ്റ്റുകാർ മുഴുവനും ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകളാണെന്ന് എ കെ ബാലൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഒരുപക്ഷെ എ കെ ബാലൻ സാറിന്റെ കാര്യം മാത്രമായിരിക്കും പറഞ്ഞത്, പുള്ളി ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന 34 കമ്മ്യൂണിസ്റ്റ് കൗൺസിലർമാരും ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നതിന് വലിയ തെളിവാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനിൽ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം തന്നെ നടന്നു. എന്താ സമരം നടന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത് കോർപ്പറേഷന്റെ കീഴിലുള്ള ബിൽഡിങ്ങുകൾ മുഴുവൻ ഒരു സമാധാന മതവിഭാഗത്തിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാൻ പറയുന്നത് വർഗീയതയാണ്, അപ്പൊ ആ കണ്ണോട് കൂടി തന്നെ എല്ലാവരും കാണണം. അതായത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലെ മുഴുവൻ വ്യാപാരങ്ങളും മുസ്ലിങ്ങൾക്ക് കൊടുത്തു. വ്യാപാര ഭവനും ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ മൊത്തം മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. പാളയം മാർക്കറ്റ് ബിൽഡിംഗ് മൊത്തമായി മുസ്ലിങ്ങൾക്ക് കൊടുത്തു. ഇത് മാത്രമല്ല, മുൻപത്തെ ഭരണസമിതി നമ്മുടെ തളിയിൽ ക്ഷേത്രവും അതിന്റെ ചുറ്റുമുള്ള റോഡ് വഴി അവിടുത്തെ ആ ബിൽഡിങ്ങിനുമെല്ലാം മുസ്ലിങ്ങളുടെ പേര് തന്നെ ഇട്ടുകൊടുത്തു. എനിക്ക് അറിയാൻ വേണ്ടിയില്ല എന്ന് ചോദിക്കാം. നമ്മൾ ജീവിക്കുന്ന ഭാരതത്തിൽ നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ള ഒരു സാധനമാണ് സമത്വം എന്ന് പറയുന്നത്. അവസര സമത്വം എന്നുള്ള കാര്യം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമത്വം. കാശ്മീരിൽ വൈഷ്ണവദേവി ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ കീഴിൽ അവർ തന്നെ, അതായത് ഹിന്ദു ഭക്തജനങ്ങൾ പണം നൽകി 500 കോടിയോളം രൂപ മുടക്കി ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയെടുത്തപ്പോൾ ആ മെഡിക്കൽ കോളേജിന്റെ 50 സീറ്റുകളിൽ 42 സീറ്റ് മുസ്ലിങ്ങൾക്ക്, 7 സീറ്റ് ഹിന്ദുക്കൾക്ക്, 1 സീറ്റ് സിഖുകാർക്കും കൂടെ കൊടുത്ത് അവിടെ മതേതരത്വം തൊലിച്ചു. ഇപ്പോൾ ഇതാ കോഴിക്കോട് നഗരത്തിൽ ഈ നാട്ടിൽ ഇവർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നത്? ഇങ്ങനെ നിങ്ങൾ ഒരു മതവിഭാഗത്തിലെ ആൾക്കാർക്ക് മാത്രം വ്യാപാരം ചെയ്യാനും അവർക്ക് മാത്രം കച്ചവടം ചെയ്യാനുമായിട്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള ബിൽഡിങ്ങുകൾ പോലും ഇങ്ങനെ ഒരു മര്യാദയില്ലാതെ ഇത്രയും മതത്തിന്റെ കാല് നക്കുന്ന, മതത്തിന്റെ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന, മതം തിന്ന് മാത്രം നിൽക്കുന്ന കൗൺസിലർമാർ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് കൗൺസിലർമാർ ഇങ്ങനെ ചെയ്താൽ തെമ്മാടിത്തരമല്ലേ അത്? നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? ഇതിന് നിങ്ങൾ എന്തെങ്കിലും കുണഞ്ഞ നിയമങ്ങൾ കൊണ്ടുവരും. ഇത്ര പേരെ അപേക്ഷിച്ചുള്ളൂ, കുറച്ച് പേരെ അപേക്ഷിച്ചുള്ളൂ, ഇവർ മാത്രമേ അപേക്ഷിച്ചുള്ളൂ. ഇന്നിപ്പോൾ ആ സമരം അവിടെ നടക്കുകയാണ്. ഫോക്കസ് മാളിന്റെ മുതലാളി ഒരു കടലാസിൽ ഒരു അപേക്ഷ എഴുതി കൊടുത്തതോടുകൂടി കോടിക്കണക്കിന് രൂപ വിലയുള്ള കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഭൂമി അങ്ങ് കൊടുക്കുക. മതത്തിന്റെ കാല് നക്കുന്നവന്മാർ. നീയൊക്കെ എന്തോ പറഞ്ഞത്? നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നല്ലേ? ഇപ്പോഴാണ് എ കെ ബാലൻ സാറ് പറഞ്ഞ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്നാൽ എന്താന്ന് മനസ്സിലായത്. അത് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ മനസ്സിലാക്കണം, ഇവരൊക്കെ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളത്. ഈ വർഗീയവാദി സംഖ്യകൾ ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഇപ്പൊ 4 പേര് അറിയുന്നു. ഇല്ലെങ്കിലോ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാര് ഈമാനുള്ളവർക്ക് വേണ്ടി മാത്രമേ നിൽക്കുള്ളൂ. ബാക്കിയുള്ള മാനുകളൊന്നും ഈ നാട്ടിൽ ജീവിക്കാനേ അവകാശപ്പെട്ടവരല്ല എന്നായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. എന്ത് ചെയ്യാൻ? ഹിന്ദുക്കൾ വർഗീയവാദികളല്ലേ? ഹിന്ദുക്കളാണ് ഈ നാട്ടിൽ കൊള്ളാത്തതല്ലേ? ഹിന്ദുക്കൾക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് കൗൺസിലർമാരും ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം.